ദുബായിൽ ബീച്ചുകളും വഴികളും ദുരുപയോഗം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയ അധികൃതർ. അനധികൃതമായി വാഹന പാർക്കിംഗ് നടത്തിയാലും നിയമ നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത വകുപ്പും മുനിസിപ്പാലിറ്റിയും മുന്നറിയിപ്പ് നൽകി. ദുബായിൽ ബീച്ചുകളും വഴികളും ദുരുപയോഗം ചെയ്യുകയും അനധികൃതമായി വാഹന പാർക്കിംഗ് നടത്തുകയും ചെയ്താൽ നടപടിയുണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് മുനിസിപ്പാലിറ്റിയുമാണ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബീച്ചുകളിലും വഴികളിലുമായി ബോട്ടുകൾ, ക്യാരവൻ, ഫുഡ് കാർട്ടുകൾ, ട്രെയിലർ എന്നിവ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട്. വഴികളിലും പൊതു പാർക്കിങ്ങുകളിലും ടെന്റുകൾ സ്ഥാപിക്കൽ, കാൽനടയാത്രക്കാരുടെ കാഴ്ചയെയോ യാത്രയെയോ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചെടികൾ നടൽ, വാഹനയാത്രക്കാരുടെ കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ കുടയും ഷെഡുകളും സ്ഥാപിക്കൽ, വേലി, ഗുഹ പോലുള്ളവ നിർമ്മിക്കൽ എന്നിവയെല്ലാം നിയമവിരുദ്ധമാണ്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ആദ്യഘട്ടത്തിൽ സ്ഥലമുടമകൾക്കും താമസക്കാർക്കും മുന്നറിയിപ്പും ബോധവൽക്കരണവുമാണ് നടത്തുക. നിയമലംഘനം തുടർന്നാൽ കർശനമായി നേരിടുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 ദുബായ്. ദുബായിലെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ട് ഒരു വർഷം പൂർത്തിയായി. ഒരു വർഷത്തിനിടെ 163 രാജ്യങ്ങളിൽ നിന്നായി 10 ലക്ഷത്തിലധികം പേർ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ സന്ദർശിച്ചു. ലോകത്തെ ഏറ്റവും മനോഹര കെട്ടിടമെന്ന ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ വിശേഷിപ്പിച്ച മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ട് ഒരു വർഷം. ഇതിനകം 10 ലക്ഷത്തിലധികം പേർ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ സന്ദർശിച്ചതായി ചെയർമാൻ മുഹമ്മദ് അൽ ഗർഗാവി പറഞ്ഞു. മ്യൂസിയങ്ങളുടെ പരമ്പരാഗത വീക്ഷണം മാറ്റുന്നതിനും ഭാവിയിലേക്ക് ദീർഘവീക്ഷണം നടത്തുന്നതിനും മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ നിർണായക പങ്കുവഹിക്കുന്നുവെന്നും അൽ ഗർഗാവി ചൂണ്ടിക്കാട്ടി. 2022 ഫെബ്രുവരി 22-നാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സാങ്കേതികവിദ്യ, സംരംഭകത്വം, സമ്പദ് വ്യവസ്ഥ, ബഹിരാകാശം, വിനോദസഞ്ചാരം, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട 180-ലേറെ പ്രാദേശിക അന്താരാഷ്ട്ര പരിപാടികൾക്ക് മ്യൂസിയം വേദിയായി. രൂപകൽപ്പന കൊണ്ട് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള മ്യൂസിയത്തിന് ഇതുവരെ 10 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി, റോബോട്ടുകൾ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 77 മീറ്റർ ഉയരത്തിൽ 30,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ദുബായ് ഷെയ്ഖ് സായിദ് റോഡിന് അരികിൽ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ തലയുയർത്തി നിൽക്കുന്നത്. ന്യൂസ് 18 ദുബായ്.